അപ്പോൾ ഇന്ന് നമ്മൾ റിയൽ ടൈം വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ കൂടെ തന്നെ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് A3 സൈസ്, ഇത് ഒരു A3 സൈസുള്ള 200 GSM അനുപം ബ്രാൻഡിൻ്റെ പേപ്പറാണ്, വാട്ടർ കളർ പേപ്പറാണ്. ഇതിലാണ് നമ്മൾ ഇന്നത്തെ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വാട്ടർഫോൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ് ആയിരിക്കും. ഇതിൽ 18 ഷെയ്ഡ്സ് വരുന്നുണ്ട്. 18 ഷെയ്ഡ്സ് വരുന്ന ഒരു പാലറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സോറി, പാലറ്റല്ല, നമ്മൾ കളേഴ്സ് വളരെ മിനിമൽ പാലറ്റായിരിക്കും യൂസ് ചെയ്യുക. ഈ ഒരു ബ്രാൻഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പെൻസിൽ, കളർ മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ, നമുക്ക് ഒരു നീറ്റായിട്ടുള്ള ഒരു കോട്ടൻ്റെ തുണി. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വാട്ടർഫാളിൽ ഏകദേശം ഈ ഒരു ഭാഗം തൊട്ട് വാട്ടർഫാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാം വാട്ടർഫാൾ ആയിരിക്കും. അതിൻ്റെ ഒരു ഡയറക്ഷനാണ് ഇത്. ഇവിടെ കുറച്ച് മലകൾ കാണിക്കാൻ പോകുന്നുണ്ട്, ചെറിയ പാറക്കൂട്ടങ്ങൾ. ഇതൊരു എക്സ്പ്രഷനിസ്റ്റ് രീതിയിൽ ചെയ്യുന്നൊരു വാട്ടർ കളർ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫാളിൻ്റെ വൈറ്റ് സ്പേസസ് വിട്ടുവയ്ക്കാൻ. ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ആകാശത്തിൻ്റെതായ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ കുറച്ച് ബ്രൈറ്റ് നിറങ്ങൾ, പിന്നെ കുറച്ച് പച്ചപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിറങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗത്ത് നമ്മളൊരു വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കും അതിൽ തന്നെ സ്പ്രേയിങ് ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഒരു രീതിയിലായിരിക്കും ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് കൂടുതലായിട്ടും വരാൻ പോകുന്നത് ഇതായിരിക്കും. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വൈറ്റ് സ്പേസസ്, വാട്ടർഫാളിൻ്റെ വൈറ്റ് സ്പേസസ് കുറച്ച് വിടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം എടുത്ത് ഈ ഒരു ആകാശത്തിൻ്റെ ഏരിയ ഞാനിപ്പോൾ വെറ്റാക്കാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ചെരിഞ്ഞ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം വാട്ടർ ഉണ്ട്, അതിൻ്റെ ഒരു ഗ്ലേസിങ് അനുസരിച്ച് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അത് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും വാട്ടർ കളറിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പേപ്പറും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാവുക. ഇവിടെ കുറച്ച് അധികം വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ട് നമ്മുടെ ബ്രഷ് ഡ്രൈ ആക്കിയിട്ട് അത് എടുത്ത് മാറ്റുക. വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ മേലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ഏരിയാസ് വെറ്റാവും, പേപ്പർ കൂടുതൽ വെറ്റാവും ആ ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കാൻ സമയമെടുക്കും. 200 GSM-ലേക്ക് ചെയ്യുമ്പോൾ ഇതെപ്പോഴും പേപ്പർ വാർപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടാവും. പേപ്പർ ചെറുതായിട്ട് പൊന്തി വരാൻ തുടങ്ങും. പക്ഷേ പലർക്കും വളരെ വില കൂടിയ വാട്ടർ കളർ പേപ്പർ ഇനീഷ്യലി തന്നെ യൂസ് ചെയ്യുന്നതിന് ചെറിയ ബുദ്ധിമുട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പോൾ അതുകൂടെ പരിഗണിച്ചാണ് നമ്മൾ ഈ 200 GSM-ൽ തന്നെ കാര്യങ്ങൾ ചെയ്തു. കൊബാൾട്ട് ബ്ലൂ ആണ് എടുത്തത്. ആ ഒരു വെറ്റ് ഏരിയയിലേക്ക് ജസ്റ്റ് വേപ്പിച്ചൊരു പെയിൻറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പല രീതിയിൽ അതിൻ്റെ പേപ്പറിൻ്റെ വെറ്റ്നെസ് അനുസരിച്ച് പെയിൻറ്റ് ഇങ്ങനെ ആവാൻ തുടങ്ങും. അടുത്തതായിട്ട്
ദൂരെയുള്ള മലനിരകളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഞാനൊരു കളർ യൂസ് ചെയ്യാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൈറ്റ് ഏരിയ നമുക്ക് ചെയ്യാൻ ചെറുതായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി നമ്മളെല്ലാം കുറച്ച് ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. ബ്രഷ് ചെറുതായിട്ടൊന്ന് ചെരിച്ചു പിടിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ചെറിയ ടെക്സ്ചറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും. അതിൻ്റെ കൂടെ ഈ ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു ഏരിയാസ് ജസ്റ്റ് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പെയിൻറ് വളരെയധികം ഇങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തതുപോലെ വാട്ടർ കളറിൻ്റെ ഭംഗി തന്നെ ഈ പെയിൻറ്റ്സ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒഴുകുന്നതാണ്. വീണ്ടും ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. വയലറ്റ്, ബ്രൗൺ, പച്ച അതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലാക്കിനോട് സിമിലറായ ഒരു കളർ കിട്ടും. നമ്മളൊരു പഴയ കാർഡാണ്. ഒരു ടെക്നിക്ക് കാണിച്ചു തരാം. റഷ്യൻ ബ്ലൂ എടുക്കുന്നുണ്ട്, കുറച്ച് റെഡ്, കുറച്ച് റഷ്യൻ ബ്ലൂവിൻ്റെ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻ്ററി കളറായ ഓറഞ്ച് യൂസ് ചെയ്യാം. അതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും.
ഒരുപാട് വെള്ളമില്ലാതെ മിക്സ് ചെയ്യാൻ ഉള്ളൂ. അതിലേക്കൊരു ആ ഒരു ഞാൻ ഇവിടെ തേക്കുന്നുണ്ട്, കാണാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാക്കി ഭാഗങ്ങൾ നല്ലവണ്ണം പേപ്പർ വെറ്റ് ചെയ്തിട്ടുണ്ട്, അതും ക്ലിയർ വാട്ടറിൽ. നമ്മുടെ വെള്ളം ക്യാമറയിൽ കാണുമ്പോൾ നല്ല ഡാർക്കാണ്, പക്ഷെ അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ അത് വെച്ച് വാഷ് ചെയ്യാണ്, ഹോൾ ഏരിയ വാഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ എപ്പോഴും നമ്മുടെ പേപ്പറിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു തുണി എടുത്ത് വയ്ക്കുക. ഇങ്ങനെയാണ് ഏറ്റവും ഫണ്ണായിട്ടുള്ള പാട്ട്. ഈ ഒരു സ്പ്രേ കൂടെ ഇത് ഇല്ലെങ്കിൽ ഒരു സാധാ സ്പ്രേ, വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പെയിൻറ്റ്സ് തന്നെ ഒരു പെയിൻറ്റിംഗ് ആയി മാറുന്നത് കാണാം. അപ്പം നമുക്ക് കൂടുതൽ വൈറ്റ് വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് പെയിൻറ്റ്. നമ്മുടെ പേപ്പർ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു പേപ്പർ ഡ്രൈ ആവാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സമയം, അതേപോലെ അതിന് നമ്മൾ കാണിക്കുന്നൊരു ക്ഷമ, അത് വാട്ടർ കളറിൽ ഒരുപാട് ടെക്നിക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പം ഈ ഒരു പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തിട്ടില്ല. നമുക്കിപ്പം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത് നടുക്കുള്ള വൈറ്റ് ഏരിയാസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് വൈറ്റ് റിമൈൻ ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു വേണ്ടത്ര ഒരു ഫോക്കസ് നമ്മുടെ ഈ ഒരു സെൻട്രൽ പോർഷനിലേക്ക് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയാസ് കുറച്ച് ഡാർക്ക് ആക്കാനും പിന്നെ ഈ ഒരു വയലറ്റ് കുറച്ച് കൂടുതൽ ബ്രൈറ്റനായി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ യെല്ലോ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഒരു പേപ്പർ മൊത്തത്തിൽ ഒന്ന് വെറ്റാക്കുന്നുണ്ട്. ഞാൻ സ്പ്രേ ഉപയോഗിക്കും, ഈ ഒരു വലിയ ബ്രഷ് യൂസ് ചെയ്യും. ഈ പേപ്പർ അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പേപ്പറല്ല, ബിക്കോസ് 200 GSM ആണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ഏരിയയിൽ കുറച്ച് വാട്ടർ ആയിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് എടുക്കുകയാണ്, കാരണം അവിടെ വാട്ടർ ആയിക്കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ പെയിൻറ്റ് ഏത് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അങ്ങോട്ട് പരക്കാനുള്ളൊരു ഗംബോജി യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ
ലെമൺ യെല്ലോ യൂസ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. സോ ഐ യൂസ് നല്ലപോലെ ലൈറ്റ് ആക്കിയിട്ട് ഒരുപാട് ലോവർ ലെയറിലുള്ള പെയിൻറ്റ്സ് നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത് ആണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് പെയിൻറ് തന്നെ എടുക്കുകയാണ്. ഇത് യൂഷ്വലി വാട്ടർ കളറിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ടെക്നിക്കാണ്. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇത് പോകുമെന്ന് എനിക്കറിയാം. ആ ഒരു ഏരിയ ഡാർക്ക് ആക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ ഞാൻ കാണിച്ചു തരുന്നത്.
അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ്. താങ്ക് യു.